നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥയാണ് സ്വർണ്ണമുട്ടയിടുന്ന താറാവിന്റെ കഥ. സ്വർണ്ണമുട്ടയിടുന്ന താറാവിനെ കണ്ടെത്തിയ കൃഷിക്കാരൻ വളരെയധികം സന്തോഷിച്ചു. ദിവസവും കിട്ടുന്ന ഓരോ സ്വർണ്ണമുട്ട വിറ്റ് അയാൾ സമ്പന്നനായി മാറി. എന്നാൽ അത്യാഗ്രഹം കൂടിയപ്പോൾ എല്ലാം ഒരുമിച്ച് വേണമെന്ന ചിന്തയാൽ താറാവിനെ കൊന്ന് അകത്ത് നോക്കിയപ്പോൾ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ദി 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്ന പുസ്തകത്തിൽ സ്റ്റീഫൻ കവി ഈ കഥയുമായി കണക്ട് ചെയ്ത് വളരെ ഗുണകരമായ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ കൃഷിക്കാരൻ തന്റെ ഹ്രസ്വദൃഷ്ടിയിൽ പെട്ടെന്ന് പണമുണ്ടാക്കാമെന്ന ചിന്തയാൽ സമ്പത്തിന്റെ ഉറവിടത്തെ തന്നെ നശിപ്പിക്കുന്നു. നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യവും അതിലേക്ക് എത്താൻ സഹായിക്കുന്ന അസറ്റും തമ്മിൽ നിലനിർത്തേണ്ട ബാലൻസിന്റെ ആവശ്യകതയെക്കുറിച്ച് കവി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. റിസൾട്ടിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അത് അപകടമാണ്. ഉദാഹരണമായി, ഒരു കമ്പനി അതിലെ ജീവനക്കാരെ നിരന്തരം ജോലി ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തുകയും അവരുടെ ക്ഷേമത്തിലും വളർച്ചയിലും ഒന്നും തന്നെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്താൽ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുവാൻ സാധിക്കുകയില്ല. റിസൾട്ടിൽ മാത്രം ശ്രദ്ധിച്ചാൽ അത് ഹ്രസ്വകാല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ആദ്യമൊക്കെ സഹായിച്ചാലും പിന്നീട് അത് ബേൺ ഔട്ടിന് കാരണമാകും. ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലും വിജയം നേടുന്നതിന് ഈ പറഞ്ഞ കാര്യം ആപ്ലിക്കബിൾ ആണ്. സക്സസിനായി പ്രയത്നിക്കുമ്പോഴും സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, സ്വയം വളരാൻ സഹായിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാൻ, അങ്ങനെ സക്സസിന് യോഗ്യമായ വ്യക്തിയായി മാറുവാനും നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് ആവശ്യമാണ്. ഇത് സക്സസ് നിലനിർത്തുവാൻ സഹായിക്കുന്നു. സോ ടേക്ക് കെയർ ഓഫ് ദി ഗൂസ് that produces the golden eggs.